അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎയുടെ ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായംകുളം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അഖിൽ പി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. വായന അഭിരുചി ജനകീയമാക്കുന്നതിനും പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരെ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച സാഹിത്യ കൂട്ടായ്മയാണ് ഇലയും ഇതളും MLA's ലിറ്ററേച്ചർ ക്ലബ്ബ്. MLAയുടെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ച് വാങ്ങിയ 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ കായംകുളം നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത 12 സ്കൂളുകളിലേക്കും 30 വായനശാലകളിലേക്കുമാണ് കൈമാറിയത്. ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വായനാദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം യു പ്രതിഭ MLA നിർവഹിച്ചു. പരിപാടിയിൽ എല്ലാ പ്രസാധകരെയും കണ്ട് അവരെ എല്ലാവരും നമ്മുടെ മോഹൻചേട്ടനടക്കം എല്ലാവരും ഉണ്ട്. ചെറിയ പബ്ലിക്കേഷൻസ് തൊട്ട് സിതാര നമ്മുടെ ഭരണിക്കാവിലെ രവിചേട്ടന്റെ സിതാര പബ്ലിക്കേഷൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ. ചെറുതും വലുതുമായിട്ടുള്ള പബ്ലിക്കേഷൻസ് തമ്മിലുള്ള ഒരു മത്സരമാണ്. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അഖിൽ പി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. ആ 7ാമത്തെ അധ്യായത്തിൽ എനിക്ക് ഒരു കമന്റ് കിട്ടി, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ നിന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫുൾ അധ്യായങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്തു. ഈ വ്യക്തിയുടെ 2-3 കൂട്ടുകാർ ഇത് വായിക്കാൻ തുടങ്ങി. അവർ മൗത്ത് പബ്ലിസിറ്റി വഴി ആ ആളുടെ കോളേജിലുള്ള ആൾക്കാർ വായിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS താഹ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D അംബുജാക്ഷി, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളികല, വാർഡംഗം അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.